ഹലോ നമസ്കാരം, എല്ലാവർക്കും ദേവ്സ് കുക്കിംഗ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ ലഞ്ച് റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഇത് വളരെ സിമ്പിളാണെങ്കിലും ടേസ്റ്റിൽ ഇൻക്രെഡിബിളാണ് കേട്ടോ. നിങ്ങൾക്ക് ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സൂപ്പർ കോംബോയാണിത്. ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ ധൈര്യമായിട്ട്, അപ്പോൾ അവർ ചോദിക്കുകയും ചെയ്യും ഇതിൻ്റെ റെസിപ്പി. എന്നാൽ പിന്നെ താമസിക്കേണ്ട, നമുക്ക് വീഡിയോ കാണാം. പെട്ടെന്ന് ചെയ്യാവുന്ന 3 കറികൾ. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നേ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. ശരി, നമുക്ക് വീഡിയോ കണ്ടാലോ. അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് ഞാൻ ആദ്യം ഇവിടെ ഒരു നോൺ വെജ് അവിയലാണ് റെഡിയാക്കുന്ന, മുട്ട അവിയൽ. അതിനുവേണ്ടി ഞാൻ ഒരു വലിയ സവാള ചെറുതായിട്ട് നൈസായിട്ട് കട്ട് ചെയ്തത്, ഒരു വലിയ മുരിങ്ങയ്ക്ക, പിന്നെ പച്ചമുളക്, വലിയ പച്ചമുളക്, തൊണ്ടൻ പച്ചമുളക് എന്ന് പറയും, അത് നമ്മൾ ട്രിവാൻഡ്രത്ത് കൂടുതൽ കിട്ടുന്നതാണ്. അത് 3 കൂടെ ഒരു പാത്രത്തിലേക്ക് ഇട്ടു. അതുപോലെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ 2 ചെറിയ ഉരുളക്കിഴങ്ങ്. അത് അവിയലിനൊക്കെ നീളത്തിൽ അരിയും പോലെ നൈസായിട്ട് അരിഞ്ഞെടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. ഇതൊന്ന് വെന്ത് കിട്ടാൻ ഒരു 10 മിനിറ്റ് എടുക്കും. അപ്പോൾ അത് വേകട്ടെ, നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഞാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതുപോലെ തന്നെ ഇതിനാവശ്യമുള്ള ഒരു അരപ്പ് നമുക്ക് റെഡിയാക്കേണ്ടതുണ്ട് കേട്ടോ. അതിന് ഞാൻ ഒരു വലിയ കപ്പ് നിറയെ തേങ്ങയും 1 ടീസ്പൂൺ ജീരകവും 3 വെളുത്തുള്ളിയും 1 പച്ചമുളകും. വെളുത്തുള്ളി നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് മാറ്റാം, പച്ചമുളക് എന്തായാലും ഇടുക. വെളുത്തുള്ളിക്ക് പകരം ചെറിയ ഉള്ളി ഇടാം കേട്ടോ. നമ്മൾ ട്രിവാൻഡ്രംകാർ അവിയലിന് ഉറപ്പായിട്ടും വെളുത്തുള്ളി ചേർക്കാറുണ്ട്. പിന്നെ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ കൂടെ മഞ്ഞൾപ്പൊടി ഇതിലൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, അത് ഏത് മുളക് പൊടി വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. ഇതിന് പകരം പച്ചമുളകായാലും കുഴപ്പമില്ല. ഞാൻ മുളക് പൊടി രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ഇടുന്നത്. ഇനി കറിവേപ്പിലയും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഒരുപാട് അരഞ്ഞു പോകരുത്. തോരനൊക്കെ എടുക്കുന്ന ആ ഒരു രീതിയിൽ വേണം നമുക്ക് ഇതിനെ എടുക്കാനായിട്ട്. കുറച്ച് വെള്ളം മതിയാവും കേട്ടോ, ഒത്തിരി വെള്ളമൊന്നും ചേർക്കണ്ട. ഇനി ഞാൻ അവിയലിൻ്റെ കഷ്ണം ഏകദേശം വെന്ത് വന്നപ്പോൾ ഞാൻ 1 ടൊമാറ്റോ ഇട്ട് കൊടുത്തു. പുളിക്ക് വേണ്ടിയിട്ടാണ്. പുളിക്ക് വേണ്ടി നിങ്ങൾക്ക് ഇനി തൈരോ അല്ലെങ്കിൽ ഒരു മാങ്ങയോ, പച്ചമാങ്ങയുടെ പകുതി വേണമെങ്കിലും ആഡ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു. പക്ഷേ ഡിഫറെൻ്റ് ആയിട്ട് ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ ടൊമാറ്റോ ആഡ് ചെയ്യുന്നത്. അത് നിങ്ങൾ ഇനി ഒന്ന് ചെയ്ത് നോക്കണേ. അവിയലിന് നന്നായിരിക്കും, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയേ വേണം നമുക്ക് അരപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അരപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം കൂടെ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഒരുപാട് വെള്ളമായി പോകണ്ട, കുറച്ച് വെള്ളവും. ഞാൻ ഉപ്പ് കുറവായതുകൊണ്ട് ഒരല്പം ഉപ്പ് കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടണം. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്നുകൂടെ മൂടി വെച്ചൊന്ന് വേവിക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് എന്താണ്? മുട്ടയാണ്. അപ്പോൾ ഞാൻ മുട്ട 2ആയിട്ട് കീറി ഒരു 3-4 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ചിലർ മുറിച്ചിടുന്നുണ്ട്, പക്ഷേ എനിക്കിതാണ് ഇഷ്ടം കേട്ടോ. 2ആയിട്ട് കട്ട് ചെയ്ത്. എൻ്റെ അമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ. അമ്മ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, അതുപോലെ ഞാൻ ചെയ്യും. അപ്പോൾ നമുക്കിത് ഈ മുട്ട ഒന്ന് ഉടച്ചു കൊടുക്കരുത്. മെല്ലെ നമുക്ക് അരപ്പെല്ലാം മുട്ടയുടെ മീതെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഉടയാതിരുന്നാലേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അല്ലേ. ഇനി ഒരു 5 മിനിറ്റ് കൂടെ ഇത് ചെറുതായിട്ട് ആ മുട്ടയുടെ എക്സ്ട്രാക്റ്റ് ഒന്ന് ഇറങ്ങി വരട്ടെ, നമുക്ക് അടച്ചു വയ്ക്കാം. ഇനി ഞാൻ ഇതിന് പച്ച വെളിച്ചെണ്ണയെല്ലാം ഒഴിച്ചു കൊടുക്കുന്നത്. അതും ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. കടുക് വറുത്താണ് എടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അവിയലിന് കടുക് വറുത്തെടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഒന്ന് മാറ്റിയൊക്കെ ഒന്ന് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കും. നമുക്ക് സാധാരണ കടുക് താളിക്കും പോലെ തന്നെ 2 ടീസ്പൂൺ കടുക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞ ചെറിയ ഉള്ളിയും 2-3 വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് ഒന്ന് മൂപ്പിച്ച് അതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അടച്ചു വെച്ച് കൊടുക്കുക. വിളമ്പാറാവുമ്പോൾ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. ഇങ്ങനെയും കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരു റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതിലോട്ട് പോകാം. ഇനി നമുക്കൊരു സാലഡ് റെഡിയാക്കാം. എപ്പോഴും റെഡിയാക്കുന്ന സാലഡിൽ നിന്നും വളരെ ഡിഫറെൻ്റാണ്. ഇതിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ടൊമാറ്റോ സാലഡാണ്. അതിന് വലിയൊരു ടൊമാറ്റോയും 2 പച്ചമുളകും ഞാൻ നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചു. തീരെ നൈസല്ല, ഇത്തിരി കട്ടിയായിട്ട് തന്നെ. എന്നിട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ കിടന്ന് ഒരു 2-3 മിനിറ്റ് ആകുമ്പോൾ നന്നായിട്ട് വെന്തുടയും. അതിനാവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെന്ത് വരുമ്പോഴേക്കും കേട്ടോ. ഇതെന്തായാലും ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി വലിയൊരു സവാള നമ്മൾ സാധാരണ സാലഡിന് കട്ട് ചെയ്യും പോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചൂടാറിയിട്ട് ഞാൻ ഇതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അത് നന്നായിട്ട് ചൂടാറിയിട്ട് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു ആവശ്യത്തിനുള്ള തൈരും ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ സാലഡ് റെഡിയാണ്. എത്ര ടേസ്റ്റ് എന്നുള്ളത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ.
അപ്പോൾ നമ്മുടെ ടേസ്റ്റി സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു വെറൈറ്റി നിങ്ങൾക്ക് പരീക്ഷിക്കാം കേട്ടോ. ഇത് നമുക്ക് ടിഫിന് കൊണ്ടുപോകാനും നന്നായിരിക്കും. അതവിടെ ഇരിക്കട്ടെ. ഇനി ഒരു ചമ്മന്തി ഇവിടെ ആക്കിയാലോ നമുക്ക്. അതിന് വേണ്ടി ഞാനൊരു 5 പപ്പടം വറുത്തെടുത്തിട്ടുണ്ട്. അതിനൊന്ന് ഞാൻ കഷ്ണങ്ങളാക്കിയാണ് വറുത്തത്. ആ വറുത്ത ഓയിലിൽ തന്നെ ബാക്കി സാധനങ്ങളൂടെ ഇതിൽ ചേർക്കുകയാണ്. ഒരു 6 വറ്റൽമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചിയും 2-3 ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് വേണം നമുക്ക് ഈ ചമ്മന്തി ഒന്ന് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ആ ഓയിൽ നമുക്ക് വേസ്റ്റ് ചെയ്യേണ്ട, അതിൽ തന്നെ ഇട്ട് കൊടുക്കാം. ഒത്തിരി മൂപ്പിക്കണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ഇത് അരകല്ലിൽ അരച്ചാലും വളരെ ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ഞാനിപ്പോൾ മിക്സിയിലാണ് അരയ്ക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ വറുത്തെടുത്ത മുളകും ഉള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് പുളി ഇട്ട് കൊടുക്കണം. പിന്നെ ഉപ്പും അതുപോലെ തന്നെ വറുത്തെടുത്ത പപ്പടം നമുക്ക് ആദ്യം ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് ബാക്കി തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറേശ്ശെ 2 സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്യാം. തേങ്ങ 1 കപ്പ് വേണം. അത് നേരത്തെ റെഡിയാക്കി വെച്ചേക്കുക. നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് വരാം. ഇതേ കണ്ടില്ലേ, നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പും തേങ്ങയും കൂടെ നമുക്ക് ഒന്നിച്ചിട്ട് കൊടുക്കാം. ഒരു മിനിറ്റ് പോലും വേണ്ട, നന്നായിട്ട് അരഞ്ഞ് കിട്ടും കേട്ടോ. ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഈ ചമ്മന്തി കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ചമ്മന്തി മാത്രം മതി, ഈ ചമ്മന്തിയും തൈരും മാത്രം മതി ചോറുണ്ണാൻ. കുറച്ച് വെള്ളം കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പരുവത്തിനാണ് ആ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തത് കേട്ടോ. അപ്പോൾ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സ്പെഷ്യൽ ഊണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട്സ്, നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഇതെല്ലാം ഉണ്ടാക്കാം. ഫിഷ് ഇല്ലാത്ത ദിവസത്തിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യാവുന്നതാണ് ഈ മുട്ട അവിയൽ. പിന്നെ നോൺ വെജുകാർ ഇത് ട്രൈ ചെയ്യാം. വെജിന് നിങ്ങൾക്ക് മുട്ട അവോയ്ഡ് ചെയ്തിട്ട് മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് ഈ അവിയൽ എന്തായാലും ഉണ്ടാക്കാം. അതുപോലെ ഈ സാലഡിനൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ. തനി നാടൻ രുചിയുള്ള ഒരു ചമ്മന്തിയും സാലഡും എന്തൊരു കോമ്പിനേഷനാണെന്നറിയാമോ ഫ്രണ്ട്സ്. നിങ്ങൾ ചുമ്മാ കൊതിച്ചിരിക്കാതെ വേഗം പോയി ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുത്ത്, അല്ലെങ്കിൽ ഓഫീസിലൊക്കെ ഇതൊന്ന് കൊണ്ടുപോയി കൊടുത്തു നോക്കൂ. എന്ത് നല്ല അഭിപ്രായം നിങ്ങൾക്ക് കിട്ടുമെന്നറിയാമോ. അപ്പോൾ ഇതുപോലുള്ള നല്ല ഉഷാർ വീഡിയോസിന് ദേവ്സ് കുക്കിംഗ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഞാനിവിടെ ഊണ് കഴിക്കാൻ പോവുകയാണ്. ചോറൊക്കെ വിളമ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള എൻ്റെ കറികൾ കൂട്ടി ഊണ് കഴിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നല്ല പുതിയ വിഭവങ്ങൾ വേണമെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അത് ഞാൻ തീർച്ചയായിട്ടും ഉൾപ്പെടുത്താം എൻ്റെ വീഡിയോസിൽ. അപ്പോൾ വീഡിയോസ് കൂടുതൽ രസകരമായ നല്ല വീഡിയോസ് ഇനിയും വരുന്നുണ്ട്, കാണാൻ മറന്നു പോരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോയുമായി കാണും വരേക്കും സ്റ്റേ സേഫ് ആൻഡ് ഗുഡ് ബൈ.